ഒരാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറഞ്ഞാൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇതൊരു ദിക്ർ എന്നതിലപ്പുറം സൂറത്തു തൗബയുടെ അവസാന ഭാഗത്ത് പറയപ്പെടുന്ന ഒരു ആയത്ത് കൂടിയാണ്. ഈ ദിക്ർ 7 വട്ടം 7 മർറാത്തിൻ 7 വട്ടം ഒരാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറഞ്ഞാൽ കഫാഹുല്ലാഹു മാ അഹമ്മഹു എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. കാണാൻ കഴിയും, യഹ്ദിഉല്ലാഹു റൗഅഹു, അല്ലാഹു അവന്റെ പേടിയിൽ നിന്ന് അവന് സമാധാനം നൽകും. വയസീലു ആലാമഹു, അവന്റെ വേദനകളെ അല്ലാഹു തആല നീക്കം ചെയ്യും. വയഹ്ഫളുഹു മിനൽ അഅദാഇ, ശത്രുക്കളിൽ നിന്ന് അവനക്ക് അല്ലാഹു തആല സംരക്ഷണം നൽകും. വയംനഉ അൻഹുൽ അദവാഅ, അതുപോലെ അസുഖങ്ങൾ, രോഗങ്ങൾ അവനെ തൊട്ട് തടയുകയും ചെയ്യും എന്നാണ് ഈ ഹദീസിലൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. കഫാഹുല്ലാഹു മാ അഹമ്മഹു എന്നതിന്റെ വ്യാഖ്യാനത്തിൽ, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹത്തുക്കളായ ആളുകൾ വിശദീകരിക്കുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. നമ്മൾ പ്രഭാതമാകുമ്പോൾ, നമ്മൾക്ക് പ്രദോഷമാകുമ്പോൾ, എല്ലാ രാവിലെയും വൈകുന്നേരവും പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ അവസാന ഭാഗത്തുള്ള നമ്മൾക്കൊരു പക്ഷേ ഒന്ന് മനസ്സ് വെച്ചാൽ ഹൃദ്യസ്ഥമാക്കാൻ കഴിയുന്ന ചെറിയ ഒരു ആയത്തിന്റെ ഒരു ചെറിയ ഭാഗം, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. എത്ര തവണ? 7 വട്ടം ഒരു പതിവാക്കാൻ, അതൊന്ന് ചൊല്ലൽ പതിവാക്കാൻ കഴിഞ്ഞാൽ. ഈ ഹദീസിന്റെ പ്രത്യേകത സ്വാദിഖൻ കാന ഔ കാദിബ, ഇത് പൂർണ്ണമായ വിശ്വാസത്തോടെ അർത്ഥം ഉൾക്കൊണ്ട് പറഞ്ഞാലും അങ്ങനെ അല്ലാതെ പറഞ്ഞാലും ഇതുകൊണ്ട് ഉപകാരം എഫക്ട് ചെയ്യും എന്നാണ് പുണ്യനബി ഈ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മൾ ഇത് പതിവാക്കാനൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാ ദിവസവും, ഇനിയുള്ള ഈ ശബ്ദം ശ്രവിക്കുന്ന എന്നെ ഈ വിനീതനെ കേൾക്കുന്ന ഏതൊരാളും ഇത് കേട്ട്, ഇത് പഠിച്ച്, ഇത് പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്ന, മനസ്സിനെ ബുദ്ധിമുട്ടിലാക്കുന്ന 4 കാര്യങ്ങൾ. സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പല നിലക്കുള്ള പേടികൾ നമ്മൾക്ക് അനുഭവിക്കുന്നവരാണ്. പേടിയിൽ നിന്ന് സമാധാനം നൽകുക. അതുപോലെ പല നിലക്കുള്ള വേദനകൾ, കാൽമുട്ട് വേദന, പല നിലക്കുള്ള വേദനകൾ ഇന്ന് ആളുകൾ പ്രായഭേദമന്യേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ വേദനകളെ അള്ളാഹു നീക്കിക്കളയും. അതുപോലെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു തആല അവന് സംരക്ഷണം കൊടുക്കും. അതുപോലെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അള്ളാഹു അവനെ തടയുകയും ചെയ്യും എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്താണ് വേണ്ടത്? രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ്, മഗ്രിബ് നിസ്കാരം വൈകുന്നേരം കഴിഞ്ഞ് ഒന്ന് മനസ്സിരുത്തി അവിടെ ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ ഉമ്മമാര് സഹോദരിമാരൊക്കെ ആണെങ്കിൽ നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ അടുക്കളയിലേക്കോ അതല്ലെങ്കിൽ വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ പോകുമ്പോൾ മനസ്സറിഞ്ഞൊന്ന് ചെല്ലിയാൽ മതി, ഹസ്ബി അല്ലാഹ്